എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ യുക്തിവാദികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യുക്തിവാദികളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. യുക്തിവാദം അത് അവരുടെ സംസാരം, അത് കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം. പക്ഷേ കളവ് പറഞ്ഞാൽ ഞാൻ അതിനെ വിമർശിക്കും. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. മൈസീനിയിലെ രാജാവായിരുന്ന മെലനോസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജാവായിരിക്കുന്ന പാരീസ് തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞ അനിയനുമായിട്ട് ആലോചിക്കുന്നു. അനിയനായിട്ടുള്ള അഗമെമ്നോസും വരുന്നു. ഇവർ രണ്ടുപേരും സൈന്യവുമായിട്ട് ട്രോയിയെ ആക്രമിക്കാനായിട്ട് പോകുന്നു. അവിടെ പോയി ആക്രമിച്ച് ഹെലനെ വീണ്ടെടുത്ത് ഹെലനയുമായിട്ട് തിരിച്ചിവിടെ വരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഹെലൻ്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിന് സംശയം തോന്നുന്നു. നാട്ടുകാർ പറയുന്നു അദ്ദേഹം ഹെലനെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ഹെലൻ ഓഫ് ട്രോയിയുടെ കഥ. ഇതേ കഥ തന്നെയാണ് രാമായണം. അതായത് രാമൻ്റെ ഭാര്യയായിരിക്കുന്ന സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ രാമൻ്റെ സഹോദരൻ ലക്ഷ്മണനും കൂടി യുദ്ധത്തിന് വേണ്ടി അവിടെ പോകുന്നു. അവിടെ ചെന്ന് സീതയെ പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ അലക്കുകാരി പറയുന്നു, നിൻ്റെ ഭാര്യ ഇത്രയും നാളും അവൻ്റെ കൂടെ താമസിച്ചല്ലേ എന്ന് ചോദിക്കുന്നു. നാണക്കേടാകുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നു. പിന്നെ പോയി ഇയാൾ പുഴയെ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് രാമായണത്തിൻ്റെ കഥ. രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഈ കഥ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കഥയാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോ നടത്തുന്ന ഹെലൻ ഓഫ് സ്പാർട്ട അല്ല, യഥാർത്ഥത്തിലുള്ള ഹെലൻ ഓഫ് സ്പാർട്ട. ഹെലൻ ഓഫ് സ്പാർട്ട ട്രോയി എന്ന് പറഞ്ഞ നഗരത്തിൽ ഉള്ള തൻ്റെ കാമുകൻ്റെ ഒപ്പരം എന്ത് ചെയ്യും, പോകും. അപ്പോൾ ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞാൽ അത്രയും അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഈ സുന്ദരിയായ സ്ത്രീനെ ഗ്രീക്കിലെ യുവരാജാക്കന്മാരൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും കിട്ടാതെ ഈ ട്രോയിലെ രാജകുമാരൻ കാമുകനാണ് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ. അവരപ്പുറം പോയതുകൊണ്ട് എന്താവും, ഇവർക്കൊക്കെ അരിശം വരും. അങ്ങനെ അവിടെയുള്ള രാജാക്കന്മാരെല്ലാം ഒരുമിച്ച് ഒത്തുകൂടിയിട്ട് ഈ ട്രോയിനെ ആക്രമിക്കും. അതാണ് ഈ ട്രോജൻ യുദ്ധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ പ്രശസ്തി ആർജിച്ച കഥയാണ് അതൊക്കെ. അപ്പോൾ ആ കഥ ഇത് യുദ്ധം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷത്തോളം നീണ്ട യുദ്ധമായിരുന്നു. ഇത് രാമായണ കഥയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ആ കഥേനെ വെച്ചിട്ടാണ് ഈ പുള്ളി എന്ത് പറഞ്ഞിട്ടുള്ളത്, രാമായണത്തിലെ കഥയായിട്ട് സാമ്യമുണ്ട്. പക്ഷേ രാമായണത്തിലെ കഥയായിട്ട് സാമ്യമുള്ള ഒരുപാട് കഥകൾ, പുരാണ കഥകൾ ഉണ്ട്. എബ്രഹാമിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ എബ്രഹാം, സാറ, ഫിറോൺ, ഈ 3 പേരുടെ കഥ എടുത്തു കഴിഞ്ഞാൽ രാമായണമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. എബ്രഹാം തൻ്റെ ഭാര്യയായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടുത്തെ രാജാവ് ഫിറോൺ, അതായത് എബ്രഹാമും ഭാര്യ സാറയും അനിയൻ ലോത്തും കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം സാറേൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് ഫിറോൺ എന്ത് ചെയ്യും, സാറേനെ കടത്തിക്കൊണ്ടുപോകും. അങ്ങനെ ആ കഥയായിട്ട് രാമായണത്തിന് നല്ല സാമ്യമുണ്ട്. രാമായണം ഒറിജിനലായി നടന്നതാണ് എന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷേങ്കിൽ എന്താണ് പറഞ്ഞത്, കളവ് പറഞ്ഞിട്ട് ഇതിനെ ഒന്നിപ്പിക്കാൻ ഈ യുക്തിവാദികൾ ശ്രമിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവാതെ. നിങ്ങൾ യുക്തിവാദം പറഞ്ഞോ, പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേങ്കിൽ തെറ്റ് അത് അംഗീകരിച്ചു കൊടുക്കുക തന്നെ വേണം. നമ്മൾ പറയുന്നതിൽ ന്യായമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ന്യായമുള്ള കാര്യങ്ങളെന്ന് പറയാം. അല്ലാത്ത കാര്യങ്ങൾ അല്ലാന്ന് തന്നെ പറയണം. അതല്ലേ ഹീറോയിസം. ഞാനും ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കൊക്കെ എതിരാണ്. ഞാനും പല വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ, അല്ലേ?
അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എന്തും പറയാം, ഒരു കുഴപ്പമില്ല. നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയും. ഇപ്പം സൂര്യദേവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ദേവനൊന്നല്ല, അതൊരു ഗ്രഹമാണ്, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. സൂര്യൻ മൂത്രയിക്കുമ്പോൾ മഴ പെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അല്ല ആശാനെ അതൊന്നല്ല, അല്ല നമ്മളെ ഈ ഇന്ദ്രൻ മൂത്രയിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് പണ്ട് കാലത്ത്. അതെല്ലാം നമുക്ക് പറയാം, അങ്ങനെയൊന്നൊരു സംഭവം ഇല്ല. അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേങ്കിൽ ഇങ്ങനെ ഉള്ള കഥയല്ലോ, ഒരു നല്ല രസമുള്ളൊരു കഥയല്ലേ രാമായണം. അതിന് സാമ്യമുള്ള ഏതെങ്കിലും ഒരു കഥ വെച്ചിട്ട് അതിനെ പൊളിക്കാൻ നോക്ക്. അല്ലാണ്ട് ഏതോ ഒരു ട്രോജൻ യുദ്ധത്തിൻ്റെ കഥ എടുത്തിട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ആ കഥ എടുത്തിട്ട് ഇത് പറയാൻ നോക്കുമ്പോൾ അത് ആളുകൾ വിശ്വസിക്കൂല. അങ്ങനെയാണ് ഈ യുക്തിവാദികൾക്ക് ട്രോള് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, സംസാരിക്കുക. ആ ട്രോജൻ യുദ്ധത്തിൻ്റെ കഥ ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എബ്രഹാമിൻ്റെയും സാറേൻ്റെയും ഫിറോണിൻ്റെയും കഥ പറഞ്ഞുകൂടെ? അത് സാമ്യമുള്ളതല്ലേ. അപ്പോൾ രാമായണമായിട്ട് ഇതെല്ലാം സാമ്യമുണ്ട്. അവർ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പല പല കഥകൾ എന്താണ് അത് പ്രചരിക്കുമ്പം അത് പല പല സ്ഥലത്ത്, ഇപ്പം നമ്മൾ ഇവിടെ ഉണ്ടായ ഒരു കഥ നമ്മൾ വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആളാവാൻ വേണ്ടിയിട്ട് ആ കഥ ആടെ പറയുമ്പോൾ കുറച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ പറയും. അപ്പം എന്താവും, അത് കേട് നടന്ന കഥയാണെന്നുള്ള രീതിയിൽ ആടെ പ്രചരിച്ച് കഴിഞ്ഞിട്ട് അതെന്താവും, ഇവിടെ ഒരു കഥ അതേ രൂപത്തിലുണ്ടാവും, അവിടെ ഒരു കഥ അതേ രൂപത്തിലുണ്ടാവും. പക്ഷെ കഥേൻ്റെ ലൈനപ്പെല്ലാം വൺ ലൈൻ എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. പക്ഷെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും എല്ലാം മാറി മറിഞ്ഞു വരും. അതൊക്കെ സത്യമാണ്. പക്ഷെ അത് ആ കഥ ആണ് ഈ കഥ എന്ന് പറയുമ്പം അതിലെന്തെങ്കിലും ഒരു സാമ്യത വേണ്ടേ? ആ സാമ്യതയൊന്നും ഇല്ലാതെ ആ കഥയാണ് ഈ കഥ എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കണം, അല്ലെങ്കിൽ അതൊരു മോശമാണ്, നമുക്കൊരു മോശമാണ്. അതുകൊണ്ട് പ്രതികരിച്ചു എന്നേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.